ഹലോ, നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയായി. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരും എത്രയും വേഗം ഈ ഹാളിൽ, ഈ തുറന്ന വേദിയിൽ, ആ സ്റ്റേജിൽ എൻ്റെ മുന്നിൽ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അധികം എത്തിയിട്ടില്ല, എല്ലാവരും വീട്ടിൽ ചോദിക്കുന്നത്. ആദ്യമായിട്ട് പ്രാർത്ഥനയാണ്. ആര്യനെ വ്യക്തി ക്ഷണിക്കുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ, സർഗ പ്രതിഭാസമേ, പ്രണമിക്കുന്നു ഞങ്ങൾ. പ്രസാദമരുളേണമേ, അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. വിശ്വം മുഴുവൻ വീടായി മാറ്റും വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ. വിജ്ഞാനനിധി തേടുന്നു. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ, സർഗ പ്രതിഭാസമേ, പ്രണമിക്കുന്നു ഞങ്ങൾ. പ്രസാദമരുളേണമേ. അടുത്തതായി സ്വാഗതമാണ് നമ്മുടെ ഇറയുടെ പ്രസിഡന്റും ഇന്നത്തെ അധ്യക്ഷനുമായ ശ്രീ സുബ്രഹ്മണ്യൻ ചേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇറയുടെ സെക്രട്ടറിയായ ശ്രീ ചന്ദ്രബാലമാഷിനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ 2 മെമ്പർമാരോട് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പറായ ശ്രീ തോംസൺ തലക്കോടൻ അവർക്കും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകയായ ഇറയുടെ അംഗവും ആയ ശ്രീമതി സുശീല പാടശ്ശേരിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുളവന്താവ് ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് മെമ്പറായ ശ്രീ സുധാകരൻ ചേട്ടനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഇറയുടെ വാർഷികാഘോഷം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കലാകാരികൾക്കും ആശംസകൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇറയുടെ സെക്രട്ടറിയായ ശ്രീ ചന്ദ്രബാലമാഷിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അതിനായി ഇറയുടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് സുബ്രേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ അധ്യക്ഷൻ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇറയിൽ നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നെല്ലാരി കുമാരൻ ഭാര്യ ദേവകി ചേച്ചിക്ക് വേണ്ടി 1 മിനിറ്റ് ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളെ യോഗ നടപടികൾ ആരംഭിക്കും. ഇരട്ടക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച നമ്മളുടെ വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ 52 വീട്ടുകാരിലെ ഏറ്റവും സീനിയറായ മെമ്പർ ശ്രീമതി സുശീല പാടാശ്ശേരിയാണ്. സുശീലച്ചിയെ ഞാൻ 2005 മുതലാണ് ആദ്യമായി ഞാൻ ഇവിടെ വീട് വെച്ചപ്പോൾ പരിചയപ്പെടുന്നത്. ജീവിതത്തിലെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയി. സ്വന്തം അധ്വാനത്താൽ മക്കളെ വളർത്തിക്കൊണ്ട് ഈ നാട്ടിൽ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ച് ജീവിച്ച് പോന്ന സുശീലേച്ചിയാണ് ഇന്ന് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ യോഗത്തിലേക്ക് ഇറയുടെ എല്ലാവിധ ആശംസകളും സുശീലേച്ചിക്ക് നേരുന്നതോടൊപ്പം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നതിന് ഇറയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന് ആശംസ നേരാൻ എത്തിച്ചേർന്നിരിക്കുന്നത് തവണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ തോംസൺ തലക്കോടനാണ്. അദ്ദേഹത്തെയും സുധാകരനെയും ഒന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ വാർഡ് മെമ്പറായ കാരണം സ്ഥിരം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരെയൊന്നും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവരെയും പ്രത്യേകം അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുത്തതിന് അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ ഈ വൈകിയ വേളയിൽ പ്രസംഗത്തെക്കാൾ ഉപരി നമ്മുടെ ഈ 52 കുടുംബാംഗങ്ങളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രധാന ചെറിയ ചെറിയ പരിപാടികൾ നമ്മളുടെ മനസ്സിനും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും നമ്മളുടെ കുട്ടികളുടെ പരിപാടികൾ കാണുമ്പോഴുള്ള സന്തോഷം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ യോഗം ഔപചാരികമായി തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി സുശീലേച്ചിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
ഉദ്ഘാടനം ചെയ്ത ശ്രീമതി സുശീലച്ചിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതാണ്. നേരെ നോക്കുവോ? തന്നെ ദൂരെ പറഞ്ഞോളൂ എന്തെങ്കിലുമൊക്കെ. വർത്താനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? എന്നോട് പറയുന്ന പോലെ അല്ലേ? ഇവിടെ മക്കള് ഇവിടെ ആൾക്കാരൊന്നുമില്ലല്ലോ. എന്നോട് വന്ന് വീട്ടിൽ വരുമ്പോ പറയാറില്ലേ? എന്നാ പോലെ കുറെ വർത്താനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒന്ന് സന്തോഷാട്ടെ. സന്തോഷമായിരിക്കുന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഒരു നാമല്ല ഞാൻ അതാ കാര്യം. വേണ്ടത് എല്ലാവർക്കും കിട്ടണോ അറിയില്ല. അഞ്ജന ശ്രീധര ചാരുമുത്തേ കൃഷ്ണ അഞ്ജലി കുപ്പി വാണങ്ങിടുന്ന ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം ഇന്ദിരാനാഥായ കന്നിവാസ കൃഷ്ണ ഇന്നെൻ്റെ മുന്നിൽ വിളങ്ങിടേണം ഈരേഴുലകിനും ഏകനാഥ കൃഷ്ണ ഈരഞ്ജോടിക്കും നിറഞ്ഞ രൂപ ഉണ്ണിഗോപാലകമാലനത്ര കൃഷ്ണ ഉള്ളിൽ നീ വന്നു ഭക്തിടേണം ഒഴിയിൽ വന്നു വന്ന ബാലകൃഷ്ണ പൂരം കൂടാതെ തോണച്ചിടേണം എന്നുള്ളിലുള്ളൊരു താപമെല്ലാം കൃഷ്ണ എന്നുണ്ണി കൃഷ്ണ ചേർക്കണേ. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടിയൊക്കെ? ഇന്നത്തെ പരിപാടി നന്നായിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. വേറെ ഒന്നും പറയാനുള്ളതില്ല. ഒരു വാക്കും കൂടി പറഞ്ഞു നിർത്താം. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപ സനാതന ഉച്ചരിക്കായി വരേണം നാമങ്ങൾ വിശ്വനായക വിശ്വസ്തുതേ. അടുത്തതായി ആശംസകളാണ്. ആദ്യമായി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നത് അവണൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പറായ ശ്രീ തോംസൺ തലക്കുഴൻ അവർകളെ ക്ഷണിച്ചുള്ളൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വൈകിയ വേളയിൽ നമുക്കറിയാം, മെമ്പറിന്റെ പ്രസംഗം കേൾക്കാനല്ല ഇരിക്കുന്നത് അറിയാം. നമ്മുടെ കൊച്ചുകുട്ടികളുടെയും കുടുംബങ്ങളുടെയും കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ പോലും ഏറെ റെസിഡൻസിന്റെ ഇന്നത്തെ 12ാം വാർഷിക യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഏറെ റെസിഡൻസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യട്ടെ, അതുപോലെ സെക്രട്ടറി നമ്മുടെ ചന്ദ്രബോസ് മാഷ്,
അതുപോലെ തന്നെ എറ റെസിഡൻസിന്റെ ട്രഷറർ സൂരജ് തേറമ്പിൽ, സ്വാഗതം പറഞ്ഞ സന്തോഷ്, അതുപോലെ തന്നെ നമ്മുടെ 14 വാർഡ് മെമ്പർ സുധാകരേട്ടൻ, അതുപോലെ ഇന്നത്തെ താരം എന്ന് പറയുന്ന നമ്മുടെ ഉദ്ഘാടക സുശീല പാടാശ്ശേരി. നമുക്കറിയാം ആവണൂർ പഞ്ചായത്തും മുളവൻതോ പഞ്ചായത്തും കൂടിച്ചേർന്ന എറ റെസിഡൻസ് അസോസിയേഷൻ. ഈ പഞ്ചായത്തിനകത്ത് എറ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ കോവിഡ് കാലത്താണ് റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ പ്രാധാന്യവും അതിന്റെ നല്ല നിയമപരമായ നടപടികളും ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്തിനകത്ത് അവിഭാജ്യമായ ഒരു ഘടകം റെസിഡൻസ് അസോസിയേഷൻ തന്നെയാണ്. നമുക്കറിയാം എല്ലാ മീറ്റിങ്ങുകൾ വരുമ്പോഴും അല്ലെങ്കിൽ പഞ്ചായത്തിനകത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ് ഭാരവാഹികൾ, അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, ഇങ്ങനെ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ നടക്കുന്നത്. 52 കുടുംബങ്ങൾ ഒന്നിച്ച്, എനിക്കറിയാം പണ്ടത്തെ കാലത്ത് ഇത്ര വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോ 52 വീടുകൾ വന്നു. അത് വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്കറിയാം മരണ വീടായാൽ അവിടെ ഏകദേശം 10,000 രൂപ, അത് നമ്മുടെ വരഡിയൻ സൊസൈറ്റി 5,000 രൂപയാണ് കൊടുക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ നിലയിൽ 10,000 രൂപ ആ മരണ വീട്ടിൽ ആ സമയത്ത് എത്തിക്കുകയും മരണാന്തര ചടങ്ങുകളിൽ നേതൃത്വം നൽകുകയും ഒരു നല്ലൊരു കാര്യം അവിടെ നടന്നു പോവുകയും ഈ കുടുംബാംഗങ്ങളെല്ലാം 52 കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം, ഒരു വർഷത്തിൽ ഒരു ദിവസം അവരുടെ കലാപരിപാടികൾ, അവരുടെ കുടുംബപരമായ കാര്യങ്ങൾ എല്ലാവരും ഒന്നിച്ച് മതവും ജാതിയും രാഷ്ട്രീയവും ഇല്ലാതെ നടന്നു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വാർഷികാഘോഷത്തിനും കുടുംബയോഗത്തിനും ആവണൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നത് മുളവൻതാവ് ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പറായ ശ്രീ സുധാകരൻ ചേട്ടനാണ്. മൈക്ക് കുറച്ച് സെന്ററിലേക്ക് വെച്ചാൽ മതി. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഇട്ടക്കുളം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുബ്രൻ, സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രബാബു മാസ്റ്റർ, നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത സുശീല പാടശ്ശേരി, പ്രോഗ്രാം കൺവീനർ സന്തോഷ്, എൻ്റെ സഹപ്രവർത്തകൻ തോംസൺ, സ്നേഹമുള്ള അസോസിയേഷൻ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 12 വർഷമായി ഇട്ടക്കുളം അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഏകദേശം നമ്മുടെ വേദിയൊക്കെ നിറഞ്ഞുണ്ട്. കഴിഞ്ഞ അവിടുത്തെ അപേക്ഷിച്ച് കുറച്ച് ഭേദമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏതൊരു സംഭവം നടത്തുകയാണെങ്കിലും അതിലെ ഭാരവാഹികൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ സദസ്സിലുള്ള ആളുകൾക്കുണ്ടാകില്ല. കാരണം ഭാരവാഹികൾ ഇന്ന് രാവിലെ തൊട്ട് ഇതിൻ്റെ പിന്നാലെ ഓടികൾ നടക്കുകയാണ്. നമ്മൾ 5 മണി പറഞ്ഞാൽ നമ്മൾ 6 മണി അല്ലെങ്കിൽ 6:30, ഇപ്പോൾ 6:30ക്കാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് വരികയാണ്. ബാക്കിലൊക്കെ അങ്ങനെയല്ല. മാഷ് നേരത്തെ പറഞ്ഞതും ഇപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നമ്മളെല്ലാവരും നേരത്തെ വരുന്നത്. പിന്നെ നമ്മൾ എന്തു കാര്യം ചെയ്യലും അതിന് 2-3 വശക്കുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ റോഡ് പൊളിച്ച് കിടക്കുകയാണ്, സംഭവം കുടിവെള്ളം തന്നെയാണ്. പക്ഷേ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത് പൊളിച്ചു കിടക്കുമ്പോൾ. നമ്മുടെ സംവിധാനങ്ങൾ പലതും ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മണ്ണും പൊടി അടിക്കാൻ കാരണം. ഇതെല്ലാം ചെയ്താൽ എമർജൻസി ആയിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതാണ് ഉണ്ടാകേണ്ടത്. അത് പല വിഭാഗത്തിലും അതില്ല. അതൊക്കെ ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇപ്പോൾ ആളുകളെല്ലാം പഞ്ചായത്തിനെ കുറ്റം പറയാം, പക്ഷെ പഞ്ചായത്തും ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ
ഈ പദ്ധതി 4 വിഭാഗമാണ് ചെയ്യുന്നത്. കേന്ദ്ര, സംസ്ഥാന, പഞ്ചായത്ത്, ഉപഭോക്തൃ സമിതി, അങ്ങനെ എല്ലാവരും കൂട്ടി നടത്തുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇത് നമ്മൾ എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ റോഡ് പൊളിച്ചാൽ കുട്ടികളൊക്കെ ടെൻഷനായിട്ടിരിക്കുന്ന വരുന്നതിന് ആവശ്യമില്ല. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടും. എവിടെയെങ്കിലും എന്ന് ഞാൻ പറയാൻ കാരണം, നല്ല മാർക്കടിക്കില്ല, നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റും ഇഷ്ടപ്പെട്ട കോളേജും കിട്ടുള്ളൂ. പക്ഷേ +2 കഴിഞ്ഞാലോ ഇതൊന്നും നടക്കില്ല. ഒരു 90% മാർക്കില്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ഒരു കോളേജിലും, നല്ല കോളേജിലും നമുക്ക് ഒരു ഇതും കിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞ കാരണം എവിടെയെങ്കിലും കിട്ടുന്നതിനും ഒരുപാട് +2 പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ ഡിഗ്രിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മുന്നേറിയാൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. ഇത് പറയാൻ കാരണം നമ്മുടെ റിസൾട്ട് ഇപ്പോൾ വരാൻ പോവാണ്. ഈ ആഴ്ചയിൽ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇറയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈ ഭാരവാഹികൾക്ക് നിങ്ങളുടെ നാട്ടിലെ എല്ലാ കുടുംബങ്ങളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ വിജയിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ അസോസിയേഷനെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഭാരവാഹികളെയും അതോടൊപ്പം ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ ഇതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഉറച്ച പിന്തുണയും എല്ലാം ഈ ഭാരവാഹികൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെയും പൂന്ത ഗ്രാമപഞ്ചായത്തിന്റെയും എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും നൽകാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ആശംസകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് ശേഷം നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഇറയുടെ കുടുംബാംഗങ്ങളിലെ ഒരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുള്ള സമയം കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അടുത്തതായി ഇറയുടെ അംഗവും വനിതാ പ്രതിനിധിയുമായ ശ്രീമതി ശ്രീരേഖ ചേച്ചിയെ ഈ വേദിയിലേക്ക് ആശംസ അർപ്പിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ മനോഹരമായ സായസന്ധ്യയിൽ നമ്മൾ നമ്മുടെ 12ാമത്തെ കുടുംബ സംഗമം വാർഷികവും ആഘോഷിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ ഈ കടുത്ത വേനൽ ചൂടിലും ഉഷ്ണതരംഗത്തിലും പെട്ട് വലയുന്ന നമുക്ക് ഇത്തരം കൂട്ടായ്മകൾ, കലാപരിപാടികളൊക്കെ നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ പകരുന്നതാണ്. ഇനിയും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വിശിഷ്ട അതിഥിയായെത്തിയ സുശീല ചേച്ചിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീമതി ബിന്ദു ടീച്ചറാണ്. ബിന്ദു ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴാണ് പറയുന്നത് ടീച്ചറെ ഒരു ആശംസ പറയണമെന്ന്. അതുകൊണ്ട് സന്തോഷമുള്ളൂ, ദുഃഖമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ അസോസിയേഷൻ 12 വർഷമായി എന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയം തോന്നി എനിക്ക്. അങ്ങനെ നോട്ടീസൊക്കെ അടിച്ചപ്പോഴാണ് എല്ലാവരും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന് കൂടുതൽ ഇതിലേക്ക് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് വരികയാണ്. അത്രയും താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ സംഗമത്തിലേക്ക് എല്ലാവരും സഹകരിച്ചത്. വളരെ സന്തോഷം തോന്നി. അതിപ്പോ ഞാനൊക്കെ അറിയാൻ കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ്.
അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മാഷ് കിടന്ന് ഓടുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇല്ലേ എന്ന് തോന്നുന്നത്. അപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ പല കാര്യങ്ങൾ ഇന്നലെ തൊട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഇത്രയധികം ആളുകൾ ഇതിന് സഹകരിച്ചല്ലോ. കാരണം നമ്മൾ ഓരോ വീട്ടിലും ഓരോ ആളുകളും, കൊച്ചുകുട്ടി മുതലേ മുതിർന്നവർ വരെ, ജോലിയുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ പഠിക്കുന്ന കുട്ടികളാവട്ടെ ആരും ആയിക്കോട്ടെ, എപ്പോഴും ബിസിയാണ്, എപ്പോഴും ബിസി. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അയ്യോ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അതാരും കുറ്റപ്പെടുത്തലല്ല, അതങ്ങനെയാണ്. നമ്മൾ എപ്പോഴും എല്ലാവരും ബിസി ആയിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം താനും. ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടേണ്ട ഒരു കാലഘട്ടമല്ല ഇപ്പോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കി പറ്റുന്നവർ മുഴുവൻ സഹകരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനി എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ആ ഗ്രൂപ്പില് എല്ലാ അംഗങ്ങളും അതിൽ ചേരുക. കാരണം ജോയിൻ ചെയ്യാം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ വേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങി നമ്മൾ. പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളും അറിയുന്നില്ല. ഇപ്പൊ മുതിർന്നവര് ഭാര്യയും ഭർത്താവ് അറിയും, ഇങ്ങനെ അസോസിയേഷന്റെ പരിപാടി ഉണ്ട്, അല്ല കൊച്ചുകുട്ടികൾ നമ്മൾ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ അറിയും. അതിനിടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ പല ബിസിനസ്സായി നടക്കുമ്പോൾ അവരിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നമ്മുടെ വീട്ടിലെ മക്കളോട് തന്നെ മോനെ മെയ് 4-ാം തീയതിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ന് പറയും. പക്ഷെ അവര് തിരക്ക് മൂലം മെയ് 4 അടുത്തു, അല്ലെങ്കിൽ നാളെയാണ് മറ്റന്നാളാണ് എന്നൊരു ചിന്തിക്കുന്നില്ല. അപ്പൊ ആ ഗ്രൂപ്പിലെ എല്ലാ ആളുകളും മൊബൈൽ ഫോണുള്ള എല്ലാവരും ഒന്ന് അംഗങ്ങളായാൽ കൂടുതൽ ഇതിലറിയാനും അവരപ്പോ കൂടുതൽ വരും. കുറെ പേര് അറിഞ്ഞിട്ട് ഉണ്ടാവില്ലേ ഇങ്ങനത്തെ പ്രായത്തിലുള്ള കുട്ടികൾ. ആ ഗ്രൂപ്പ് ഒരു ഗുഡ് മോർണിംഗ് ഗ്രൂപ്പായി മാറരുത്. നല്ല നല്ല കാര്യങ്ങൾ ഇടുക, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഇടുക. അങ്ങനെ ഈ ഗ്രൂപ്പായി മാറിയാൽ ഒന്നും കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും തമ്മിൽ അറിയും, നല്ല സഹകരണം ഉണ്ടാവും, കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനും സാധിക്കും. ഈ 12 വർഷവും നമ്മൾ ഇതേപോലെ കൊണ്ടു നടന്നു. അതുപോലെ ഈ ഒരു കുടുംബസംഗമം നമ്മുടെ ഒരു കൂട്ടായ്മ വീണ്ടും വീണ്ടും ഉന്നതിയിലേക്ക് പോകട്ടെ എന്നെല്ലാ ആശംസയോടും കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറെ പൊരിച്ചല്ലോ എന്നാണ് മാഷ് പറഞ്ഞപ്പോ അടിപൊളിയായിട്ടാ. അടുത്തത് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അംഗങ്ങൾ ഒരു ഭാഗ്യവാനും ഒരു ഭാഗ്യവതിയും ഉണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇരിക്കുന്ന ചെയർ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക. അതിന്റെ അടിയിൽ ഒരു ഇൻഡു ചിഹ്നമുള്ളവർക്ക് ഈ വേദിയിലേക്ക് വരാം, സമ്മാനം മേടിച്ചു പോകാം. എല്ലാവർക്കും നോക്കാം, ചെക്ക് ചെയ്യാം. ആരോട് ഹെൽപ്പ് ചെയ്യൂട്ടോ. കസേരയുടെ അടിയിൽ ഒരു ഇൻഡു ചിഹ്നം ഇട്ടുണ്ടാവും. അത് കണ്ടവര് അടിയിലെ കസേര പൊക്കി നോക്കുക. ആരാണോ ഭാഗ്യവാൻ ഭാഗ്യവതി എന്നറിയാൻ പറ്റും. കിട്ടിയോ? അത് വേണ്ട, ഇരിക്കാത്ത ചെയർ വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. ഇരിക്കുന്ന ചെയർ മതി. ആരായിട്ട് ആ പേരെന്ന് പറയൂ. നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പന്റ് ഗിഫ്റ്റ് ഒരു ഭാഗ്യവതിയായ ശ്രീ റോസ്ബലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉദ്ഘാടകയായ ശ്രീമതി സുശീല പാടശ്ശേരിയെ ക്ഷണിക്കുന്നു. This gift is sponsored by Mr. Chayan Payor. അടിപൊളി. അടുത്തതായി നമ്മുടെ വാർഷിക റിപ്പോർട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ റിവോർഡ് സെക്രട്ടറിയായ ശ്രീ ചന്ദ്രലാൽ മാഷിനെ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ശ്രീ സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ സുശീലേച്ചി, പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയുടെ ജനപ്രതിനിധികളായ ശ്രീ തോംസൺ തലക്കോട്, ശ്രീ സുബ്രഹ്മണ്യൻ, മറ്റ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനും അധികമൊന്നും പറയുന്നില്ല. സമയം 7:15. കലാപരിപാടികൾ 7 മണിക്കൊക്കെ തുടങ്ങേണ്ടതുള്ളത് കൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇരട്ടക്കുളം അസോസിയേഷൻ 2012 രൂപീകരിച്ചത്.
അപ്പോൾ ഈ ഗ്രാമപ്രദേശത്തൊക്കെ പവണൂർ പഞ്ചായത്തിൻ്റെയും മുളകുത്താവ് പഞ്ചായത്തിൻ്റെയൊക്കെ ബോർഡറിൽ കിടക്കുന്ന ഈ ഒരു പ്രദേശം, അവിടേക്ക് ഒരു റെസിഡന്റ് അസോസിയേഷൻ 2012 ഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ അതിശയമുള്ളൊരു കാര്യമായിട്ടാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ചെമ്പുക്കാവിലുണ്ട്, ഒരു മഹിബാൽ മാഷാളുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആളും അതിൻ്റെ അവിടുത്തെ ഒരു ഭാരവാഹി തന്നെയാണ്. അപ്പോൾ അവിടെ 150 വീട്ടുകാർ കൂടിയിട്ടുള്ള വലിയൊരു റെസിഡന്റ് അസോസിയേഷനാണ്. അതിന് വനിതാ വിങ്, കുട്ടികളുടെ വിങ്, അങ്ങനെ 2-3 പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവരുടെ വാർഷിക പരിപാടികളൊക്കെ ഒരു ഓഡിറ്റോറിയത്തിൽ വലിയ രീതിയിലൊക്കെയാണ് നടത്തുക. ലക്ഷങ്ങളുടെ ചെലവൊക്കെ ചെയ്ത് ഈ ഒരു എളിമയോട് കൂടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടിയല്ല. പക്ഷെ നമുക്ക് ഇത്ര മതി. കാരണം നമ്മളൊക്കെ സാധാരണക്കാർ ചെറിയ ഒരു വരുമാനമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടും. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തി കുറേ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നില്ല. പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ പറയാനുണ്ട്. നമ്മൾ വിവാഹ കാര്യങ്ങൾക്ക് കൊടുത്തത്, ചികിത്സാ ഇതിന് ചെലവ് കൊടുത്തത്, അങ്ങനെ അതുപോലെ രക്തദാന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ 2012 ശേഷം ഇങ്ങോട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. പക്ഷെ നമ്മുടെ കൈവശമുള്ള ഫണ്ടിൻ്റെ നിന്നുകൊണ്ട് നമ്മുടെ അംഗങ്ങൾക്കൊക്കെ പൈസ എടുക്കാനുള്ള ആ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് ഒതുങ്ങി പോകുന്നത്. എന്നാൽ ഈ വർഷത്തെ നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഇറ എന്ന് എഴുതിയിട്ട് ഇറ ചന്ദ്രപാലൻ വീടിൻ്റെ മുന്നിൽ 28 എന്നുള്ള നമ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇടയ്ക്കിടെ നോക്കി, എന്ത് ഭംഗിയെ കാണാനായിട്ട്. അപ്പം അത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നി. പലരും നമ്മുടെ അംഗങ്ങളെല്ലാവരും നല്ലൊരു പ്രവർത്തനമായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഓൺലൈൻകാർക്കൊന്നും ആരോടും ചോദിക്കേണ്ട, എവിടെയോ 30 വീട്, ആ നമ്പർ ഇങ്ങനെ ചോദിക്കുകയേ വേണ്ടു. ഇത്തിരി ചെറുതായി പോയെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെ നടത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ട്. ഏതാണ്ട് ഏറെക്കുറെ അംഗങ്ങളും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണാഘോഷമൊക്കെ നമ്മൾ എല്ലാ അംഗങ്ങളും കൂടിയിട്ട് ഒരു ഓണാഘോഷമൊക്കെ നടത്തും. ഇനിയും കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്താം. നമ്മളെല്ലാവരും ആ ദിവസം ഒന്ന് ഫ്രീ ആയിട്ട്, ഇപ്പം ഇന്ന് നമ്മൾ ഫ്രീ ആയി ഇവിടെ വന്നിരിക്കുന്ന പോലെ മറ്റേ തിരക്കൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി 6 മണി 6:30 കൂടിയിട്ട് തന്നെ വന്നു. നമ്മുടെ മക്കളുടെ പരിപാടികൾ ഇവിടെ നടത്തുന്നു. അപ്പോൾ അവരുടെ അതൊക്കെ നടത്തി നമ്മുടെ കുട്ടികളുടെ ആ ഒരു കഴിവ് അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇനിയിപ്പോൾ SLC +2 അവാർഡുകൾ മുൻപൊക്കെ ഏപ്രിൽ അവസാനം വരാറുണ്ട്. പ്രാവശ്യം മെയ് 8, 9 വരുന്നത്. അപ്പോൾ ആ മക്കൾക്ക് നല്ല ഒരു A+ അല്ലെങ്കിൽ ഒക്കെ വരട്ടെ. അപ്പോൾ അവർക്ക് വേറൊരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് കഴിയും. അതൊക്കെ മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിൽ തന്നെ ഇപ്പം ഇവിടെ വന്നിരുന്ന് കുറേ വർത്തമാനം പറയുന്നു, കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, എല്ലാവരും ആ കുടുംബത്തിൽ വരുന്നു. അതൊക്കെ ഒരു സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിച്ചിരുന്ന് കുറേ വർത്തമാനം പറയുക, അവരുടെ മക്കളുടെ കലാപരിപാടികൾ കാണുക, അത് കഴിഞ്ഞ് ഒന്നിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുക. നമ്മളൊക്കെ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി കഴിക്കുന്നില്ലേ എന്ന പോലെ നമ്മളെല്ലാവരും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ജയന്റെ വീട്ടിൽ, വിജയേട്ടൻ്റെ വീട്ടിലൊക്കെ അവര് 5-6 വീട്ടുകാർ, മങ്ങന്മാരും അവർ ജയനും ഇവരെല്ലാവരും ഒക്കെ കൂടിയിട്ട് കൂടുന്നു. അവിടെ അവരൊരു ഒരു 1 ഡേ പരിപാടി അവരൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാനത് പുറത്തുനിന്ന് കാണാറുണ്ട്. നമുക്കും അത് അനുകരിക്കാവുന്നതാണ്. നല്ല ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അങ്ങനെ നടത്തുക. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് നടത്തുന്ന ഈ പരിപാടിക്ക് അതിനേക്കാൾ സന്തോഷം ഉളവാക്കുന്നതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം പരിപാടികൾ മികച്ച രീതിയിൽ തന്നെ പോകാനായിട്ട് എല്ലാവരും നമ്മുടെ മക്കളുടെ പേരുകൾ അതാത് സമയത്ത് തരിക, അതുപോലെ തന്നെ അത് കാണാനായിട്ട് വരിക, ഭക്ഷണം കഴിക്കുക, വീഴുക, ഇതൊക്കെ മുൻപ് ചെയ്തിരുന്നതിനേക്കാളും ഒട്ടും മോശമാവാതെ നല്ല രീതിയിൽ തന്നെ പോകണം. പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ 2012 ഫോം ചെയ്തു. ഏതാണ്ട് ആ വർഷം തന്നെ എല്ലാ വീടുകളിലും എത്ര അംഗങ്ങളുണ്ട്, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ്